ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊട്ടിയൂരിലെ ശീവേലിയായിട്ടാണ് കേട്ടോ. നല്ല തിരക്കുള്ള ദിവസത്തെ ഒരു ശീവേലിൻ്റെ കഥയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കൂട്ടാക്കാനും ഫുൾ വീഡിയോ കാണാനും ആരും മറന്നു പോകരുത് കേട്ടോ. കാണുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ കാണണം, പകുതി വലിയ വെച്ച് പോകില്ല കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ കാണാനുള്ളത്. കൊട്ടിയൂരിൽ ഈ ശീവേലി നടക്കുന്ന സമയത്ത് ആനയും ഉള്ളിൽ പ്രവേശിക്കുന്നതല്ല കേട്ടോ. അതായത് അവിടുത്തെ ആളുകൾ മാത്രം, പിന്നെ ഈ ആനയും ഇവരും മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര തിരക്കാണെങ്കിലും എല്ലാവരെയും കരയിൽ കയറ്റിയതിന് ശേഷം മാത്രമാണ് കേട്ടോ അവിടെ ശീവേലി നടക്കുന്നത്. നല്ല രസമുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് എത്ര തിരക്കാണെങ്കിലും ഇനി ഭഗവാനെ ദർശിക്കാൻ കഴിയാത്തവരാണെങ്കിലും നമുക്ക് സുഖമായിട്ട് അവിടെ ദർശിക്കാൻ കഴിയും. ഇത് നോക്കിയത് ഈ ഒരു തിരക്കാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഈ തിരക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമല്ലോ, അത്രയും തിരക്കാണ്. ഞങ്ങളെല്ലാ സ്ഥലത്തും ഇതുപോലെ ഇത് നമ്മൾ ഒരു ശനിയാഴ്ചയാണ് കേട്ടോ ശീവേലിയാണ് കേട്ടോ. വേറെ ദിവസങ്ങളിൽ ചിലപ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് തോന്നുന്നു. ആദ്യം രണ്ടാളുകൾ പോകുന്നുണ്ട്, പിന്നെ കുടയൊക്കെ ചൂടി വാദ്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ രണ്ട് ആനകളിലായിട്ടാണ് കേട്ടോ. ഒന്നിൽ ഭഗവാനും ഒന്നിൽ ഭഗവതി ആയിരിക്കും. അങ്ങനെ ആയിരിക്കുമല്ലേ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ശീവേലി നല്ല രസമായിട്ട് കാണാനും ഒക്കെ കഴിയും. ഇതുപോലെ നമ്മൾ ഇത് ഒരു ഉച്ച സമയത്ത് 12 ആ സമയത്ത് ഒരു ശീവേലി നടക്കും. പിന്നെ ഉണ്ടാവുക 8 മണിക്ക് ശേഷമാണ് കേട്ടോ. 2 ടൈമിൽ ശീവേലി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിയുന്നവരും ഈ വരിയൊന്നും നിൽക്കാതെ പോവണം. അതായത് നമുക്ക് വരിയൊന്നും നിൽക്കാതെ തന്നെ ദൈവത്തിനെ കാണാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ശീവേലി സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും കഴിയും കേട്ടോ. കുട്ടികളും ഇപ്പം ഞാനൊക്കെ പോകുമ്പോൾ കുട്ടികളും മോളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ നമുക്കൊന്നും വരി നിൽക്കാനുള്ള ഒരു ഇതില്ല. വരി നിന്ന് കഴിഞ്ഞ് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ നമ്മൾ വരിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതെ നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ടല്ലോ. പിന്നെ മഴയുള്ള സമയമാകുമ്പോൾ അതിനേക്കാളേറെ വേറെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ, പിന്നെ കുടിവെള്ളം അങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. വേറെ അമ്പലങ്ങളിലാകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മളുടെ എല്ലാ ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ബാഗൊക്കെ